എൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു കഥ പോലെ പ്ലസും മൈനസും എല്ലാം ഇങ്ങനെ വിവരിച്ചുകൊണ്ട് പോവാണ്. രാമായണവും ഭഗവത്ഗീതയും അതെല്ലാം പോലെ തന്നെ. അങ്ങനെ ഒരു പ്രഭാഷണാനുഭവമാണ്. എൻ്റെ വിദേശ യാത്രകളെല്ലാം പ്രഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മറ്റ് ബന്ധുക്കളെ കാണാനോ സുഹൃത്തുക്കളെ കാണാനോ ആയിട്ട് വിദേശത്തിലേക്ക് പോവാറില്ല. കുറേ അധികം പ്രഭാഷണങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് പലപ്പോഴും പോവാറുള്ളത്. ഞാൻ അമേരിക്കയിലെ ജയപ്രകാശ്, സോമരാജൻ നായർ, കുറേ പേര് നമ്മളുടെ പ്രോഗ്രാം അവിടെ വിശ്വനാഥൻ സാറ് അവരെല്ലാം കോർഡിനേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ മഹർഷി മഹേഷ് യോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജീവ് ചള്ളിയൽ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും എൻ്റെ പ്രഭാഷണം അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അയോവ സ്റ്റേറ്റിലെ അയോവ യൂണിവേഴ്സിറ്റിയിൽ വളരെ വലിയൊരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തിട്ടാണ് എൻ്റെ പ്രഭാഷണം അവർ സംഘടിപ്പിച്ചത്. ഒരു വലിയ റിസപ്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ഒരു പക്ഷേ അത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ കാൽഭാഗം പോലും നിറയുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. കാൽഭാഗം പോലും ആൾക്കാർ വരുമോ എന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ധാരാളം ആൾക്കാർക്ക് എന്നെ അറിയാം. പക്ഷെ അമേരിക്കയിലെ ആർക്കും എന്നെ അറിഞ്ഞൂടാ. വല്ല മലയാളികൾക്കും മലയാളിയാണ് എന്നൊരു തോന്നലുണ്ടാവുമെന്നല്ലാതെ ആർക്കും എന്നെ അറിഞ്ഞൂടാ. എങ്ങനെയാണ് ഇവരിങ്ങനെ ഒരു വലിയ പ്രഭാഷണം അറേഞ്ച് ചെയ്യുന്നത് എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ചായ, സ്നാക്സ് എല്ലാം കൂടി ചേർത്ത് ധാരാളം ഇന്ത്യക്കാരെ ചെന്ന് കണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു അറേഞ്ച് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാമിൻ്റെ ചെയർമാനായിട്ട് ഒരു ഡോക്ടർ, ഒരു ഇന്ത്യൻ ഡോക്ടറാണ്, ഒരു ലേഡി ഡോക്ടർ. ഭയങ്കര ആക്റ്റീവാണ്, സിനിമാ നടിയെ പോലെയുണ്ട്, വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഞാനവരോട് ചോദിച്ചു എന്താണ് പ്രോഗ്രാമുകൾ. അപ്പോൾ പറഞ്ഞു 1 മണിക്കൂർ നിങ്ങളുടെ പ്രഭാഷണമാണ്, പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ആൻസറാണ്, എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു നോ 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 നോട്ട് അറ്റ് ഓൾ, ദിസ് ഈസ് അമേരിക്ക, വി ഹാവ് ഗോട്ട് ദ ഫ്രീഡം ടു ആസ്ക് എനിത്തിങ്, വി ഹാവ് ഗോട്ട് ദ ഫ്രീഡം ടു ആസ്ക് എനിത്തിങ്, ദിസ് ഈസ് അമേരിക്ക എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു. ഡോണ്ട് ഗീവ് ദ മൈക്ക് ടു എനിബഡി, നോ നോ വി ഹാവ് ടു ഗീവ് മൈക്ക് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കല്ലേ എന്ന് ഞാൻ ഈ ചള്ളിയൽ രാജീവിനോട് പറഞ്ഞു. സാരമില്ല സാറേ, നമുക്കത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല രാജീവേ, നമ്മൾ ഇന്ത്യൻ കാര്യങ്ങളാണ് പറയുന്നത്, ഇന്ത്യൻ ഹെറിറ്റേജാണ് പറയുന്നത്, ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹെറിറ്റേജിലൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയേണ്ടി വരും. അത് ഇഷ്ടപ്പെട്ടവരാവണമെന്നില്ല മുമ്പിലിരിക്കുന്നതിൽ 1, 2, 5, 10 പേര്. അതൊന്നും സാരമില്ല സാറേ, ഇത് അങ്ങനെ ഒരു കംപ്ലൈൻറ്റും വരില്ല, ഒരു പ്രശ്നവും വരില്ല, അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. വേണ്ട രാജീവ്, നമ്മുടെ മൈക്ക് സെറ്റ് ആരുടെ കയ്യിലും കൊടുക്കണ്ട, അവരെഴുതി തരട്ടെ, അല്ലെങ്കിൽ അവരെഴുന്നേറ്റ് നിന്ന് പറയട്ടെ, മൈക്ക് സെറ്റ് കൊടുക്കണ്ട. പക്ഷേ ആ ഡോക്ടറും സമ്മതിച്ചില്ല, രാജീവും സമ്മതിച്ചില്ല, മൈക്ക് സെറ്റ് അവരുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നല്ല പ്രഭാഷണം, അനങ്ങിയിട്ടില്ല ആരും, കത്തിജ്വലിക്കുന്ന പ്രഭാഷണമായിരുന്നു. സത്യത്തിൽ നല്ല കയ്യടികൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്നത് എന്ന ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ നമ്മുടെ പൈതൃകത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ അസാധാരണമാം വിധത്തിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട്. മതപരിവർത്തനം എല്ലാ ക്രൂക്കൻ്റ് മെത്തേഡുകളും ഉപയോഗിച്ചിട്ടാണ് കേരളത്തിൽ നിന്നുള്ള കൺവേർഷൻ മിഷണറിമാരാണ് ഭാരതം മുഴുവനും കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ മുസ്ലിങ്ങൾ അവരുടെ രീതിയിൽ തന്നെ ഈ സംസ്കാരത്തെ ഇതാക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനിങ്ങനെ പ്രഭാഷണത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ട് പോയി. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വന്നപ്പോൾ ഈ മൈക്ക് സെറ്റ് ഒരു പയ്യൻ വാങ്ങിച്ചു. ഒരു ചെറുപ്പക്കാരനാണ്, സ്റ്റുഡൻ്റൊന്നുമല്ല, പുറത്തുനിന്ന് 2 കൽപ്പിച്ച് വന്ന മാതിരി ഒരാളാണ്. എബ്രഹാം എന്നാണ് അയാളുടെ പേര്. അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ വിദേശ മണ്ണിൽ വന്നിട്ട് ഇന്ത്യയെ അവഹേളിക്കുന്നത് എന്തിനാ?
നിങ്ങളെന്തിനാ ഈ കൺവേർഷനെ കുറിച്ച് പറയുന്നത്? എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഏത് മതം ഉപേക്ഷിക്കാനും ഏത് മതം സ്വീകരിക്കാനും. പിന്നെ അയാൾ ആ മൈക്ക് സെറ്റ് വെച്ചുകൊണ്ടൊരു ഒരു പ്രസംഗമാണ് നടത്തിയത്. ഇന്ത്യയിൽ കൺവേർഷൻ നടക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടനാപരമായിട്ട് സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് അയാളുടെ അടുത്ത് മൈക്ക് വാങ്ങിക്കാൻ രാജീവും ഡോക്ടറും ശ്രമിച്ചു. അയാൾ തന്നില്ല. പക്ഷേ നമ്മൾക്ക് റിപ്ലൈ കൊടുക്കാനും അയാൾ സമ്മതിക്കണില്ല, ഈ വിവരണങ്ങൾ കൊടുക്കാനും സമ്മതിക്കണില്ല. കുറേ കഴിഞ്ഞപ്പോൾ കുറേ പേര് എഴുന്നേറ്റ് പോയി. ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പോകുന്നത് കണ്ട ഉടനെ തന്നെ ഡോക്ടർ അവിടെ നിന്ന് മുങ്ങി. പിന്നെ ഡോക്ടറെ അവിടെ കണ്ടിട്ടേ ഇല്ല, സംഘാടകരെ ആരെയും കണ്ടിട്ടില്ല. രാജീവ് മാത്രം ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാവരും പോയി. കുറച്ച് പേര് അയാളുടെ ഭാഗം നിന്നു. അത് സീരിയസ് ആയിട്ടല്ല, ഈ കൺവേർഷനെ കുറിച്ചൊക്കെ ഇവിടെ വന്നിട്ട് പറയണ്ടായിരുന്നു എന്നുള്ള ഒരു 5-10 പേര്. ബാക്കിയുള്ളവരൊന്നും അത് ബോധരേ ചെയ്തില്ല. അവർ ബാക്കിയുള്ള ചായയും ബാക്കിയുള്ള ഉഴുന്നുവടയും കടിയൊക്കെ കഴിച്ചിട്ട് അവർ പോവുകയും ചെയ്തു. സത്യത്തിൽ ആ എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദകരമായി തീരേണ്ട അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ലെക്ചർ, ഓൾ ഇന്ത്യൻസ് എല്ലാ ഇന്ത്യക്കാരെയും ചേർത്തുകൊണ്ടുള്ളൊരു നല്ല പ്രിപ്പറേഷൻ നടത്തിയിരുന്ന ലെക്ചറായിരുന്നു അത്. ആ രാജീവ് ചള്ളിയൽ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ഭയങ്കര കോണ്ടാക്റ്റുള്ള പാർട്ടിയാണ്. മാനേജ്മെൻറ്റ് എത്ര നന്നായിട്ടറിയാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നന്നായിട്ടറിയാവുന്നവരാണ്. സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കാനും പല പല നല്ല നല്ല ഭാരതീയ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മഹർഷി മഹേഷ് യോഗിയുടെ കർമ്മമണ്ഡലത്തിൽ വളരെയധികം പെനിട്രേറ്റ് ചെയ്തിട്ട് അകത്തേക്ക് പോകാനും അതൊക്കെ പ്രചരിപ്പിക്കാനും ഏത് നിയമവും ഭാരതീയ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനും പ്രഭാഷണം നടത്താനും പ്രാവർത്തികമാക്കാനും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഇടയിലെല്ലാം നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്ത് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രാജീവ് ചള്ളിയൽ അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറേ ഡൊണേഷനൊക്കെ തന്നിട്ടുണ്ട്. വളരെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അദ്ദേഹം എല്ലാവരെയും, സ്വാമിനാരായണ പ്രസ്ഥാനത്തിലും അദ്ദേഹമുണ്ട്, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലും അദ്ദേഹമുണ്ട്, മഹർഷി മഹേശ്വരിയുടെ മാതാമൃതാനന്ദമയുടെ ഉണ്ട്, സായിബാബയുടെ ഉണ്ട്, ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഉണ്ട്, എല്ലാ കർമ്മമണ്ഡലത്തിലും അദ്ദേഹമുണ്ട്. ആ സ്വാധീനം മുഴുവനും ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രഭാഷണം അറേഞ്ച് ചെയ്തത്. അതൊരു കേരളീയൻ്റെ പ്രഭാഷണം കേരളീയർ സംഘടിപ്പിക്കുന്നു എന്ന് വരാതിരിക്കാനാണ് ഒരു ഡോക്ടറെ അതിൻ്റെ ചെയർമാനാക്കിയത്. നല്ല നല്ല കപ്പാസിറ്റിയുള്ള ഡോക്ടറാണ്, നല്ല അസലായിട്ട് പ്രസംഗിക്കാനും സദസ്സിനെയൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അറിയാവുന്ന ആളാണ്. ഞാനാണെങ്കിൽ ഒരു തരത്തിലും നെഗറ്റീവ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. കൺവേർഷനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ കൺവേർഷനെ കുറിച്ച് പറഞ്ഞു. അത് വസ്തുതാപരമായിട്ട് മാത്രമാണ് പറഞ്ഞത്. റിയലി നടക്കുന്നതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്ങനെ നമ്മളുടെ പ്രഭാഷണം കലക്കാം, ഒരാൾ വിചാരിച്ചാൽ പോലും കലക്കി വെള്ളത്തിൽ അലിയിപ്പിച്ച് കളയാൻ സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഈ എബ്രഹാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മൈക്ക് തിരിച്ചു കൊടുക്കാതെ, പ്രഭാഷകനോട് സംസാരിക്കാൻ അനുവദിക്കാതെ, അയാളുടെ മതത്തിൻ്റെ നെഞ്ചത്ത് നമ്മളുടെ ആൻസർ എന്ന് ചേർന്നപ്പോഴത്തേക്കും വളരെ കൂളായിട്ടത് തകർക്കാൻ സാധിക്കുക. പക്ഷേ ഇതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കയ്യിലിരിപ്പ് എന്ന് ആ ഡോക്ടർ പറഞ്ഞില്ല, രാജീവ് ചള്ളിയൽ അറിഞ്ഞില്ല. രാജീവ് ചള്ളിയലിന് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി എങ്കിലും ഡോക്ടർ, ദിസ് ഈസ് അമേരിക്ക, വി ഹാവ് ഗോട്ട് ഇനഫ് ഫ്രീഡം ടു എക്സ്പ്രസ് അവർ വ്യൂസ് ആൻഡ് വി ഷുഡ് നെവർ curtail that. If anybody is asking any question, you are there to answer. If anybody is criticizing, you are there to answer. But we cannot prevent giving this mic set to others. മറ്റുള്ളവർക്ക് മൈക്ക് സെറ്റ് കൊടുക്കുന്നുണ്ട്. എഴുതി കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ പരിപാടിയൊന്നും ഇവിടെ പതിവില്ല, അമേരിക്കയിലെ പതിവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം പറ്റില്ല എന്ന് അവർ ഉറച്ചു പറഞ്ഞു. പക്ഷെ പ്രശ്നം സങ്കീർണമാവാൻ തുടങ്ങിയപ്പോൾ തന്നെ 5 മിനിറ്റിനകം അവർ മുങ്ങി. പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ നന്നായാൽ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാനും എവിടെയെങ്കിലൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ നല്ലോണം മുങ്ങാനും അറിയാവുന്ന ഒരു അമ്മച്ചി ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പരിപാടി അറേഞ്ച് ചെയ്തത്. എന്ത് ഗ്രാൻഡ് സക്സസ് ആയ പരിപാടിയായിരുന്നു. ഒരാൾ വിചാരിച്ചാലും അത് തകർക്കാൻ സാധിക്കും. ഞാൻ അതുകൊണ്ട് ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇടിവെട്ടേറ്റ് കരിഞ്ഞ തെങ്ങ് പോലെ കരിച്ചു കളഞ്ഞ എൻ്റെ പ്രഭാഷണം എന്നാണ്. സത്യമായിട്ട് കരിച്ചു കളയായിരുന്നു അത്.
ആ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ ലക്ഷ്യം അയാൾ കറക്റ്റ് അയാളുടേതായിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞത് മുഴുവനും നമ്മുടെ നാടിനെ കുറിച്ച് എന്തിനു വിദേശ മണ്ണിൽ വന്നിട്ട് കുറ്റം പറയുന്നു. കൺവേർഷൻ ലോകത്തിൽ എല്ലായിടത്തും നടത്തേണ്ടത് ക്രിസ്ത്യാനികളുടെ അവകാശമാണ്. ഹിന്ദുക്കളുടെ മതത്തിനകത്തുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കണ്ട് സഹികെട്ട് അവർ ക്രിസ്തു മതത്തിലേക്ക് വരുന്നു. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് വിമർശിക്കുന്നത് എന്തിനാ? ഇതായിരുന്നു അയാളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്. ഏതായാലും 99% പ്രഭാഷണാനുഭവങ്ങളും പോസിറ്റീവ് ആണെങ്കിലും ഇതുമാതിരി വളരെ വിരളമായിട്ട് വിരലിൽ എണ്ണാവുന്ന 1, 2, 3 അല്ലെങ്കിൽ 5 കൂടി വന്നാൽ ഇത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ അന്ത്യമായിരുന്നു. ഇനി അഥവാ വേദനയും കുറച്ച് നെഗറ്റീവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റ് പ്രഭാഷണങ്ങളിൽ സദസ്സ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, സംഘാടകരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവസാനം അവർ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നവർ അല്ലെങ്കിൽ മറ്റ് സംഘാടകർ സ്റ്റേജിൽ കയറിയിട്ട് നമ്മുടെ പ്രഭാഷണത്തെ അതിശക്തമായിട്ട് ന്യായീകരിക്കുകയും ആരെങ്കിലും എതിർക്കുകയോ എന്തെങ്കിലും കമൻറ്റ് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ അടിച്ചിരുത്താൻ കഴിവുള്ള സംഘാടകർ തന്നെയായിരുന്നു. അതിനൊക്കെ കഴിവുള്ള വ്യക്തിയാണ് രാജീവ് ചള്ളിയൽ എന്ന് പറയുന്ന ആൾ. പക്ഷേ മറ്റേ അമ്മച്ചിയുടെ ആ ഡോക്ടറുടെ ചെയർമാൻ്റെ അവരുടെ സ്വാധീനം കൊണ്ട് ഏതോ ഒരു അഹങ്കാര ജടിലമായ അമിത ആത്മവിശ്വാസം കൊണ്ട് സംഭവിച്ച ആ ഒരു പ്രഭാഷണം അമേരിക്കയിൽ അയോവ സ്റ്റേറ്റിലെ അയോവ യൂണിവേഴ്സിറ്റിയിലെ വലിയ ഓഡിറ്റോറിയത്തിൽ നടന്നത്, അതിൻ്റെ വേദന ജന്മജന്മാന്തരം എൻ്റെ മനസ്സിലുണ്ടാവും. അതാ എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ കമൻറ്റ്. അയാളതൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഉത്തരം പറയുമോ എന്ന് ചോദിച്ചിട്ട് മൈക്ക് തന്നിരുന്നെങ്കിൽ നമുക്കതിന് എണ്ണി ഉത്തരം പറയായിരുന്നു. ഡോക്ടർ കോശി എബ്രഹാമിൻ്റെ പുസ്തകങ്ങളും ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു ആചാരങ്ങളെയും അടിച്ചു മാറ്റുന്നതും ഒരു വശത്ത് ഹിന്ദുക്കളെ അവഹേളിക്കുന്നതും മറ്റൊരു വശത്ത് ഇവിടെയുള്ള എല്ലാം അങ്ങോട്ട് അടിച്ചു മാറ്റി ഹിന്ദു പേരും വെച്ചുകൊണ്ട് ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുസ്തകങ്ങളൊക്കെ എടുത്ത് ഹിന്ദുക്കളെ അവഹേളിക്കുന്നത് അയാൾ ചോദിച്ച ചോദ്യത്തിന് എണ്ണി പറയാമായിരുന്നു. അതും ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാമായിരുന്നു. ഭാരതത്തിലുള്ള ആരെയും അവഹേളിക്കാനല്ല, വസ്തുത ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുത്തു എന്ന് പറയാമായിരുന്നു, നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. അതിനാൽ ആ മൈക്ക് സെറ്റ് നിർത്തിയുമില്ല, അയാൾ സംസാരിക്കുന്നത് നിർത്തിയുമില്ല, തന്നെ കൊണ്ട് ഇനി സംസാരിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് അയാൾ ആ മൈക്ക് സെറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇതുപോലെ ചെറിയൊരു അനുഭവം ടാലൻറ്റ് ടെസ്റ്റിൽ ഡൽഹിയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രഭാഷണത്തിൽ കയറിയപ്പോൾ 2-3 അച്ഛന്മാർ അവർ ഹാളിൽ കിടന്ന് വെപ്രാളം നടത്തുക, ഫോട്ടോ എടുക്കുക, നമ്മുടെ പ്രഭാഷണം ആൾക്കാരെ ശ്രദ്ധിക്കാതിരിക്കാൻ. അത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമാണ്, ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പിലാണ്. നമ്മളുടെ പ്രഭാഷണം അതിനകത്തുള്ള ആരും ശ്രദ്ധിക്കാതിരിക്കാൻ 2 ലോഹയിട്ട തറ മലയാളി അച്ഛന്മാർ അവരുടെ കുട്ടിക്കളി മാതിരി ആ ഹാളിനകത്ത് പലരും അവരോട് നിർത്താൻ പറഞ്ഞു. അവരതൊന്നും നിർത്തിയില്ല. അവർ നമ്മളുടെ പ്രഭാഷണം, എനിക്ക് മാത്രമേ പ്രഭാഷണം നടത്താൻ അവസരം തന്നിരുന്നുള്ളൂ. പക്ഷെ ആ പ്രഭാഷണം ആരും കേൾക്കാതിരിക്കാൻ ഇവർ 2 പേരും എന്തൊക്കെ കോപ്രായത്തരാണ് ആ മുറിയിൽ കാണിച്ചതെന്നറിയാം. അവസാനം അതിൻ്റെ അധ്യക്ഷൻ തന്നെ പറഞ്ഞു, ലെറ്റ് ദം ഡു എനിത്തിങ് വാട്ട് എവർ വാണ്ട്, യു കണ്ടിന്യൂ യുവർ സ്പീച്ച് എന്ന് പറഞ്ഞിരുന്നു. അത് വേറെ 2 തറ അച്ഛന്മാരുടെ, ശരിക്കും ഏത് തറ വാക്കാണ് ഈ അച്ഛന്മാർക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എബ്രഹാം അവൻ 2 കൽപ്പിച്ചു വന്നവനാണ്. അതായത് ഇടിവെട്ടേറ്റ തെങ്ങ് കരിഞ്ഞതുപോലെ നമ്മുടെ പ്രഭാഷണത്തെ കരിച്ചു കളഞ്ഞ ആ വ്യക്തിയുടെ സ്മരണ, നെഗറ്റീവ് സ്മരണ എന്ന് മനസ്സിലുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങളുടെ പ്രണാമം, നമസ്കാരം.